സത്യം പറഞ്ഞേക്ക് ശാരി, എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം. നീയും ഇവരുടെ കൂടെ കൂടിയല്ലേ എന്നെ വിഷമിപ്പിക്കണം. പണ്ടു അങ്ങനെ തന്നെ ആയിരുന്നല്ലോ നീ. നാടകം മതിയാക്ക് ശാരി, നമുക്ക് എത്ര നാൾ ഇങ്ങനെ ജീവിക്കാൻ പറ്റും? എല്ലാവരും അറിയട്ടെ സത്യം. അഭി, നിർത്തിക്കോ. നീ എന്നെ രക്ഷിക്കാനല്ലേ ഇങ്ങനെ അഭിനയിക്കുന്നത്? അഭി, എന്നെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. മതിയാക്ക് ശാരി, എനിക്കിനി വയ്യ. ഞാൻ എല്ലാവരോടും സത്യം തുറന്നു പറയാൻ പോകുവാണ്. ഈ നാട്ടുകാർ മുഴുവൻ അറിയട്ടെ. അഭി അതും പറഞ്ഞുകൊണ്ട് വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. അവൻ ചെയ്യുന്നതൊന്നും അവൾക്ക് മനസ്സിലായില്ല. ആൾക്കൂട്ടത്തിലേക്ക് അവൻ ഇറങ്ങിച്ചെന്നു. പിന്നെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, മടുത്തു, എനിക്കിനി അഭിനയിക്കാൻ വയ്യ. നിങ്ങളെല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം. ഇങ്ങനെ ആയി തീരുമെന്ന് ഞങ്ങൾ കരുതിയില്ല. അവൻ തുടർന്നു. ശാരി ഗോപനെ വിവാഹം ചെയ്തു പോയ ശേഷം ഞാൻ ഒരുപാട് തവണ ഇവളെ ഇവിടെ കാണാൻ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് പരസ്പരം മറക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ അമ്മ നിർബന്ധം പിടിച്ചത് കൊണ്ടാണ് ഞാൻ ശാരിയെ വിവാഹം ചെയ്യില്ലെന്ന് പറഞ്ഞത്. പക്ഷേ അവളുടെ കല്യാണം കഴിഞ്ഞതോടെ എനിക്ക് മനസ്സിലായി, ശാരി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന്. അവൾക്കും അങ്ങനെ തന്നെയായിരുന്നു. ഇങ്ങനെ അങ്ങ് പോകാമെന്ന് കരുതി. പക്ഷേ ഗോമതി ചേച്ചി സത്യം അറിഞ്ഞു. പെട്ടെന്നുണ്ടായ വഴക്കിൽ അറിയാതെയാണ് ശാരി അവനെ തല്ലിയത്. അവൻ പറയുന്നത് കേട്ട് നാട്ടുകാരും ഒപ്പം അവളും ഞെട്ടിനിന്നു. നീ എന്ത് ഭ്രാന്താണ് അഭി വിളിച്ചു പറയുന്നത്? അവൾ ഉറക്കെ ചോദിച്ചു. അപ്പോഴാണ് ശാരിക അവളുടെ അമ്മയെ കണ്ടത്. ആ ആൾക്കൂട്ടത്തിൽ അവരും ഉണ്ടായിരുന്നു. അവരെ കണ്ടതോടെ അവളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. കരയാതെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവൾ അവരുടെ അടുത്തേക്ക് വേഗം ചെല്ലാൻ നടന്നു. അമ്മയുടെ അടുത്ത് ചെന്നു. എനിക്കൊന്നും അറിയില്ല. അവൾ കരഞ്ഞുകൊണ്ട് അമ്മയുടെ തോളിലേക്ക് ചാഞ്ഞു. എനിക്കൊന്നും അറിയില്ല. സത്യം പറഞ്ഞോ അഭി? കള്ളം പറഞ്ഞാൽ അറിയാലോ, നാട്ടുകാരിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു. എൻ്റെ കയ്യിൽ തെളിവുണ്ട്. അവൻ അത് പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ നിന്നും അവൻ്റെ ഫോൺ എടുത്തു. എല്ലാവരും നോക്കിക്കേ, ഞങ്ങൾ തമ്മിലുള്ള മെസ്സേജ് എല്ലാം. ഗോപൻ പോയ അന്നു മുതൽ ശാരി എനിക്ക് അയച്ച എല്ലാ മെസ്സേജും വായിക്ക്. അവൻ ഫോൺ ഉയർത്തിപ്പിടിച്ചു. ഗോപൻ അവൻ്റെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വലിച്ച് മേടിച്ചു. ശാരികയുടെ ഹൃദയമിടിപ്പ് കൂടി. ഒന്നുമില്ലാതെ അഭി ധൈര്യത്തോടെ ഇത് പറയില്ല എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഗോപൻ ഫോൺ നോക്കി. എല്ലാം ശരിയായിരുന്നു. അവൾ അയച്ച സന്ദേശം. അതിൽ ഒരു ഭർത്താവിന് വായിക്കാൻ അറപ്പ് തോന്നുന്ന വാക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഒപ്പം ഗോമതിയെക്കുറിച്ചും. ഒരല്പം പോലും തെറ്റിപ്പോയില്ല. എല്ലാം കൃത്യമായി ഉണ്ടായിരുന്നു. ആ ഫോൺ ശശിധരൻ വാങ്ങിച്ചു നോക്കി. പിന്നെ ഓരോരുത്തരായി. ഗോപൻ എത്ര ശ്രമിച്ചിട്ടും അവളുടെ കൂടെ നിൽക്കാൻ അവന് കഴിഞ്ഞില്ല. തെളിവുകളെല്ലാം അവൾക്ക് എതിരായിരുന്നു. ഇനി നിന്റെ അഭിനയം ഇവിടെ നടക്കില്ല. നാട്ടുകാരിളകി. നിങ്ങൾക്കൊക്കെ ആയിരുന്നല്ലോ ഈ കല്യാണം വേണ്ടിയിരുന്നത്. ഇപ്പോൾ എൻ്റെ മകൻ്റെ ജീവിതം. ശശിധരൻ നന്നായി അഭിനയം പഠിച്ചു. എൻ്റെ കുടുംബത്തിൻ്റെ അഭിമാനം. അയാൾ ആകെ തളർന്നതുപോലെ നടയിലേക്ക് ഇരുന്നു. ഗോപൻ്റെ കണ്ണുകൾ അവളിലേക്ക് മാത്രമായിരുന്നു. 1% തെളിവെങ്കിലും അവളുടെ പക്ഷമുണ്ടായിരുന്നെങ്കിൽ പോലും അവൻ അവളെ വിശ്വസിച്ചേനെ. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. അല്പം ശക്തിയിൽ അവളുടെ കയ്യിൽ പിടിച്ചു. മെസ്സേജ്, അത് നിന്റെ ഫോണിൽ നിന്നും അല്ലേ? അതിൽ അമ്മയെക്കുറിച്ച് നീ പറഞ്ഞിരിക്കുന്നത് ഒക്കെ ഞാനല്ല. എൻ്റെ ഫോൺ. നിന്റെ ഫോൺ കളഞ്ഞുപോയി എന്നല്ലേ? വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. എൻ്റെ കയ്യിൽ കാണിക്കാൻ തെളിവൊന്നുമില്ല. അമ്മയ്ക്കറിയാം സത്യം. എല്ലാം നിധി. ബാക്കി പറയും മുമ്പ് മഹി അലറി. എടി, ഇനി എൻ്റെ നിധിയെ എന്തെങ്കിലും പറഞ്ഞാൽ കൊല്ലും ഞാൻ നിന്നെ. എനിക്കറിയാം നിങ്ങളെല്ലാം ചേർന്നുള്ള കളിയാണിത്. എനിക്കറിയാം. അവൾ ഗോപനെ കൂടിയായി പറഞ്ഞു. തെറ്റ് മുഴുവൻ നീ ചെയ്തിട്ട് പഴി എൻ്റെ കുടുംബത്തിനല്ലേ? കുടുംബം മുഴുവൻ കള്ളന്മാരാണ്. ആരും നല്ലവരില്ല. അവൾ വീണ്ടും പറഞ്ഞു. ഞാൻ ഇവിടെ ക്ഷമിച്ചു നിൽക്കുന്നതിനെ പരീക്ഷിക്കരുത് നീ. പോലീസ് വരട്ടെ, അന്വേഷിക്കട്ടെ. നിങ്ങളുടെ അച്ഛൻ ഉൾപ്പെടെ എല്ലാവരുടെയും ശരിക്കുമുള്ള മുഖം പുറത്തു വരട്ടെ. നിങ്ങളും ഇവരുടെ കൂടെയാണ്. എന്നെ ഒഴിവാക്കാൻ ഞാൻ വേണ്ടി ഒരു ബാംഗ്ലൂർ യാത്ര. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഒരു വരവ്. സ്വന്തം അമ്മയെ വെച്ച് വേണോ ഈ നാടകം? അത്രയേ പറയാൻ പറ്റിയുള്ളൂ. നിയന്ത്രണം നശിച്ച് അവൻ ഒരടി അവളുടെ മുഖം നോക്കി കൊടുത്തു. വിഷമത്തിൽ എന്തൊക്കെയോ അവൾ വിളിച്ചു പറഞ്ഞു. എങ്കിലും അതെന്തൊക്കെയാണെന്ന് അവൾക്ക് തന്നെ നിശ്ചയമില്ലായിരുന്നു. തല്ലി. ഇനി ഈ വീട്ടിൽ എന്നെ ഉപദ്രവിക്കാൻ നിങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്തിനാ ഇത്രയും നാടകം? എന്നെ ഒറ്റയടിക്കങ്ങ് കൊന്നാൽ പോരായിരുന്നോ? സങ്കടം സഹിക്കാൻ വയ്യാതെ അവൾ കരഞ്ഞു. എല്ലാം കണ്ട് അമ്മ നിന്നു. അവർ മനസ്സിൽ എന്തോ ഉറപ്പിച്ചിരുന്നു. ഇനി ഒരു നിമിഷം നീ ഇവിടെ നിൽക്കാൻ പാടില്ല. നിന്നെ ഞാൻ ചതിക്കാൻ നോക്കിയല്ലേ? എന്നെ വൃത്തിയായി ചീറ്റ് ചെയ്ത് അത് പിടിക്കപ്പെട്ടപ്പോൾ അത് മറയ്ക്കാനായിട്ടുള്ള അഭിനയം. അതല്ലേടി നീയും ഇവനും ചേർന്ന് ഇവിടെ കാണിച്ചു കൂട്ടിയത്? സമ്മതിച്ചു. അത് തന്നെയാണ് സത്യം. നിന്നെ ഞാൻ ചതിക്കുമായിരുന്നു. നിന്റെ വീട്ടുകാരെ ഞാൻ ചതിക്കുമായിരുന്നു. എല്ലാം തെറ്റ് എൻ്റെയാണ്. കണ്ടോ, സത്യം പുറത്തു വന്നത് കണ്ടോ? ഇനി ചേട്ടന് എന്താ പറയാനുള്ളത്? കൊല്ലട്ടെ ഞാൻ ഇവളെ? എനിക്ക് കിട്ടിയതൊന്നുമല്ല. അതിൻ്റെ ഇരട്ടി അവൾ നിനക്ക് തരും. നിന്നോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. എൻ്റെ നിധിയെ നീ എന്തെങ്കിലും ഇനി പറഞ്ഞാൽ, വീണ്ടും വഴക്ക് മുറുകിയാൽ ആളുകൾക്ക് കാണാൻ ഒരു കാഴ്ച. അവളുടെ അമ്മ അത് ഒഴിവാക്കി. മോളെ ശാരി,
അമ്മയുടെ കൂടെ വാ. ആ ഒരു വിളി, അതാ ആ സമയം അവൾക്ക് വലിയ ആശ്വാസമായി. അവൾ അമ്മയെ നോക്കി. അമ്മയ്ക്ക് നിന്നെ വിശ്വാസമാണ്. ഇനി ഇവിടെ നിൽക്കണ്ട. അമ്മയെ അവൾ അത്ഭുതത്തോടെ നോക്കി. ഈ സമയമെങ്കിലും ഞാൻ കരുത്തോടെ നിൽക്കണം. വരുന്നത് വരട്ടെ, നമുക്ക് പോകാം. നല്ല തള്ള, ഇങ്ങനെയുള്ളവളെയൊക്കെ തല്ലി ഓടിക്കണം. ഒരു കുടുംബം നശിപ്പിച്ചിട്ട്. അങ്ങനെ എന്തൊക്കെയോ ആളുകൾ പറഞ്ഞു. വാർത്ത അപ്പോഴേക്കും നാട്ടിൽ പടർന്നിരുന്നു. അമ്മ അവളുമായി മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയില്ല. അവിടെ നിന്നും കൂടി ആട്ടു മേടിക്കാൻ വയ്യ. അമ്മ അവളെ കൊണ്ട് ഒരു പഴയ വീട്ടിലേക്ക് ചെന്നു. ആകെ നാശമായി കിടക്കുന്ന ഒരു ചെറിയ വീട്. ചുറ്റും കാടുകയറി നശിച്ച നിലയിലായിരുന്നു ആ വീട്ടിന്റെ അവസ്ഥ. ശാരിക അമ്മയെ നോക്കി. ഇതാരുടെ വീടാണമ്മേ? ഇതെന്റെ വീടാണ്. നിനക്കറിയില്ല. ഓർമ്മ കാണാനും വഴിയില്ല. എൻ്റെ അമ്മയും അച്ഛനും പോയ ശേഷം ഞാൻ ഇവിടേക്ക് വന്നിട്ടില്ല. അമ്മ അതും പറഞ്ഞുകൊണ്ട് ആ നടയിലേക്ക് ഇരുന്നു. അവർ ചുറ്റും നോക്കി. 20 വർഷം പോയത് അവർ സ്വയം പറഞ്ഞു. അത്രയും വർഷം അമ്മ ഇവിടേക്ക് വന്നിട്ടില്ലേ? ഇല്ല. നീ ഇത് കണ്ടിട്ടുണ്ടാവും. സ്കൂളൊക്കെ ഇതുവഴിയല്ലേ പോകുന്നത്? മോളെ. അവൾ അമ്മയെ നോക്കി. ഇവിടെ വന്നിരിക്ക്, അമ്മ അവളോട് ആവശ്യപ്പെട്ടു. അവൾ അമ്മയുടെ അടുത്ത് വന്നിരുന്നു. അവൻ തല്ലിയതിന്റെ ഉൾപ്പെടെ ഒരുപാട് പാടുകൾ അവളുടെ മുഖത്തും കൈകളിലും ശരീരത്തിലുമൊക്കെ ഉണ്ടായിരുന്നു. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു അത് കണ്ടപ്പോൾ. ഈ പ്രായത്തിനുള്ളിൽ നീ ഒരുപാട് അനുഭവിച്ചു അല്ലേ മോളെ? ആ ചോദ്യം വീണ്ടും പിടിച്ചു വെച്ചിരുന്ന അവളുടെ കരച്ചിൽ പുറത്തേക്ക് ഒഴുകി. അവൾ അമ്മയുടെ തോളിൽ ചാരി കിടന്നു. ആരും വേണ്ട നമുക്ക്. അമ്മ ഉണ്ട് നിനക്ക്. ഇതൊന്നുമല്ല ജീവിതം. ഇനിയും മുന്നോട്ടുണ്ട്. നമ്മളെ മനസ്സിലാകാത്ത ഒരു പങ്കാളിക്ക് വേണ്ടി വെറുതെ കരഞ്ഞു സമയം കളയരുത്. അമ്മ കുറേ അങ്ങനെ കരഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. എല്ലാവരും സഹതാപത്തോടെ നോക്കുമെന്ന് പറഞ്ഞല്ലേ നീ ഈ വീട്ടിൽ തന്നെ ഒതുങ്ങിയിരുന്നത്? ഇനി അതൊന്നും പറ്റില്ല. അമ്മ അതിന് സമ്മതിക്കില്ല. നമുക്ക് ജീവിക്കണ്ടേ? ഒരു ജോലി അത്യാവശ്യമാണ്. നാളെ ഞാൻ ഇല്ലെങ്കിലും നിനക്ക് ജീവിക്കണ്ടേ? എല്ലാം ഇവിടെ നിന്നും പഠിച്ചു തുടങ്ങണം. ഒരു പുതിയ തുടക്കമായിട്ട് കണ്ടാൽ മതി ഇതിനെയൊക്കെ. എനിക്കും സമാധാനമായിട്ട് ഇന്നു മുതൽ ജീവിക്കണം ശാരി. ഇനി ഒന്നിന്റെ പേരിലും പുറകോട്ട് നിൽക്കാൻ ഈ അമ്മയില്ല. നീ ഇപ്പോൾ ഓർക്കേണ്ടത് ഗോമതിയെക്കുറിച്ച് മാത്രമായിരിക്കണം. ഗോമതിക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. അവർക്കറിയാലോ സത്യമെല്ലാം. എന്തായാലും സത്യം പുറത്തു വരും. പക്ഷെ അത് എത്രയും വേഗം പുറത്തു കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. വാശിയാണ് ഇപ്പോൾ വേണ്ടത്. നിന്നെ ഉപദ്രവിച്ചവരോടൊക്കെ പകരം ചോദിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തുക. അമ്മയുടെ ഓരോ വാക്കുകളും ആഴത്തിൽ തന്നെ ഇറങ്ങുന്നതായിരുന്നു. സ്വന്തം വിധിയെ പഴിക്കാൻ അവളും ഒരുക്കമല്ലായിരുന്നു. ഇനി കരയരുത്. അമ്മയ്ക്ക് വാക്ക് താ. ഇനി ആരെയും പേടിക്കുകയും ചെയ്യരുത്. അമ്മ അവൾക്ക് ശക്തി നൽകി. ശാരിക കണ്ണു തുടച്ചു. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം ആദ്യം. അമ്മ എഴുന്നേറ്റു. ചെയ്യാൻ എന്തൊക്കെയോ ഉള്ളപ്പോൾ വിഷമങ്ങൾ മറക്കാൻ എളുപ്പമാണ്. അമ്മയും അതിന് തന്നെയാണ് ശ്രമിച്ചത്. അവൾക്കറിയാം ഇവിടെ വന്നാൽ ഞാൻ മുഖത്ത് തുപ്പുമെന്ന്. അതുകൊണ്ട് അവളെ കൊണ്ട് ആ നശിച്ച വീട്ടിലേക്ക് പോയിട്ടുണ്ട്. പോട്ടെ നാശങ്ങൾ. ഇനി ഈ വീട്ടിന്റെ മുറ്റത്ത് പോലും കയറ്റില്ല രണ്ടിനെയും. മുത്തശ്ശി വരാന്തയിൽ ഇരുന്നു ബ്രാഗി തുടങ്ങി. വിവരങ്ങളൊക്കെ ആളുകൾ പറഞ്ഞറിഞ്ഞു. ഓരോന്നങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കെ ബാഗും പിടിച്ചുകൊണ്ട് ശാന്തി വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങി വന്നു. എങ്ങോട്ടാ? തള്ളയുടെ ഡ്രസ്സാണോടി? കൊണ്ടുപോയി കൊടുക്ക്. ഇനി ഇവിടെ അതിന്റെ ആവശ്യമില്ലല്ലോ, അവർ പറഞ്ഞു. അവൾ ഒന്നും മിണ്ടാതെ മുറ്റത്തേക്ക് ഇറങ്ങി. പിന്നെ ചെരുപ്പിട്ടു. വേഗം തിരിച്ചു വന്നോണം. ഇനി അമ്മയെ കാണാൻ ഒരു പോക്ക് അങ്ങോട്ടുണ്ടാവില്ല. നശിച്ച തള്ളയും മോളും. മുത്തശ്ശി മുറ്റത്തേക്ക് ഒരു തുപ്പ്. ശാന്തിക്ക് ദേഷ്യം വന്നു. ഞാൻ ഇനി തിരിച്ചു വരുന്നില്ല മുത്തശ്ശി. എൻ്റെ അമ്മയും നശിച്ചവളാണെങ്കിൽ ഞാനും അങ്ങനെ തന്നെയല്ലേ? മുത്തശ്ശി ഒന്ന് അമ്പരന്നു. ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നില്ല മുത്തശ്ശി. എൻ്റെ അമ്മ ഇല്ലാത്ത വീട്ടിൽ ഒരു നിമിഷം ഞാൻ നിൽക്കില്ല. പൊയ്ക്കോടി. പോയി പട്ടിണി കിടക്ക് അവിടെ. മുത്തശ്ശിയോട് തർക്കിക്കാൻ അവൾ നിന്നില്ല. അവളുടെ ബാഗുമായി അവിടെ നിന്നും നടന്നു. മുത്തശ്ശിക്ക് അത് വലിയ ഒരു അടിയായിരുന്നു. സഹിക്കാൻ കഴിഞ്ഞില്ല അവർക്ക്. ഇന്നാദ്യമായി ഒരു വിഷമം മുഖത്ത്. ഇത്രയും നാൾ നോക്കി വളർത്തിയ എന്നെക്കാൾ കൂറ അവൾക്ക് തള്ളയോടാണ്. എൻ്റെ ഒരു തരി സ്വത്ത് ഞാൻ തരില്ല നിനക്കൊന്നും, അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ശാന്തി അവിടെ നിന്നും ദൂരേക്ക് നടന്നു. അവർക്ക് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എല്ലാം കണ്ട് ശാലു ജനാല കമ്പിൽ ചാരി നിന്നു. പൊയ്ക്കോടി, എല്ലാവരും പൊയ്ക്കോ. പൊന്നുപോലെ നോക്കി വളർത്തിയിട്ട് വിഷമം കാരണം മുത്തശ്ശി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു.